ഹായ്, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ്. ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനായിരിക്കും. ഫ്ലേമബിൾ പോളിമേഴ്സിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പോളിമേഴ്സ് ആണ് ടു മേക്ക് ദം ലെസ് ലൈക്ലി ടു ക്യാച്ച് ഫയർ. അപ്പോൾ പോളിമേഴ്സ് നമുക്ക് പല ആപ്ലിക്കേഷൻസും ഉണ്ടെന്നറിയാം. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന പോളിമേഴ്സ് ഫ്ലേമബിൾ ആണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ, ഫയർ ക്യാച്ച് ചെയ്യുന്നതാണെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ ഫയർ ക്യാച്ച് ചെയ്യാത്ത രീതിയിൽ എന്താണ് ഫ്ലേമബിൾ പോളിമേഴ്സിലേക്ക് ആഡ് ചെയ്യുന്നവയാണ് ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ് എന്നറിയപ്പെടുന്നത്. കെമിക്കൽ കോമ്പൗണ്ട്സ് തന്നെയാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലെയിം സ്പ്രെഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യാൻ, സ്മോക്ക്, ഫ്യൂം എമിഷൻസ്, റെഡ്യൂസ് ഹീറ്റ് റിലീസ് ആൻഡ് ഗീവ് മോർ എസ്കേപ്പ് ടൈം, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നൈട്രജൻ ബേസ്ഡ് പോളിമേഴ്സ്, സിലിക്കൺ പോളിമേഴ്സ്, നോവലാക്ക് ഒക്കെ ഇത്തരത്തിലുള്ള ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ് ആണ്. തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിമേഴ്സിലേക്ക് ആഡ് ചെയ്യുന്ന എക്സ്ട്രാ പോളിമേഴ്സ് ആണ് ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ്. ഇനോർഗാനിക് അഡിക്റ്റീവ്സ് ആയിട്ടുള്ള അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം പോളിഫോസ്ഫേറ്റ്സ്, ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ഒക്കെയാണ് നമ്മൾ ഈ പോളിമേഴ്സിലേക്ക് ആഡ് ചെയ്യുന്നത് അവരുടെ ഫയർ റെസിസ്റ്റൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുക? സാധാ തീ പിടിക്കുന്ന പോളിമേഴ്സിലേക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം പോളിഫോസ്ഫേറ്റ്, ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ഒക്കെ ആഡ് ചെയ്താണ് നമ്മൾ അവയെ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ് ആക്കി മാറ്റുന്നത്. ഹാലജനേറ്റഡ് പോളിമേഴ്സ് ആർ ഓൾസോ ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ്. ഇത് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഹാലജനേറ്റഡ് പോളിമേഴ്സ്, ഹാലജൻസ് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 17 എലിമെന്റ്സ് ആണ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ഒക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആഡ് ചെയ്തിട്ടുള്ള പോളിമേഴ്സും ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ് ആണ്. ഹാലജനേറ്റഡ് പോളിമേഴ്സ് ആയിട്ടുള്ള PVC എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ്, ക്ലോറിൻ ഉണ്ട് അല്ലെ. പിന്നെ പോളി ബ്രോമിനേറ്റഡ് സ്റ്റൈറീൻ, അവിടെ ആരുണ്ട്? ബ്രോമിൻ ഉണ്ട്. ഹാലജൻ റാഡിക്കൽസ് ഉണ്ട്. Halogen radicals combine with hydrogen and OH radicals to form stable molecules like HCl and HOBr, resulting in quenching of chain reaction. അപ്പോൾ HCl HOBr ഒക്കെയാണ് ഇവ ഫോം ചെയ്യുക, ക്ലോറിന് ബ്രോമിൻ ഒക്കെ ചേർത്ത്. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെയുള്ള ആ ഒരു ചെയിൻ റിയാക്ഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എമംഗ് ഹാലജൻസ് ബ്രോമിൻ ഈസ് ഫൗണ്ട് ടു ബി മോർ എഫക്റ്റീവ് ഇൻ ക്വെഞ്ചിങ് ഫയർ. അപ്പോൾ ഫയർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹാലജൻ ഏതാണ്? ബ്രോമിൻ ആണ്. അപ്പൊ നമുക്ക് ഹാലജനേറ്റഡ് പോളിമേഴ്സിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? പോളി വിനൈൽ ക്ലോറൈഡ്, പോളി ബ്രോമോ സ്റ്റൈറീന്, ബ്രോമിനേറ്റഡ് ബ്യൂട്ടിറൈൽ റബ്ബർ ഒക്കെ എക്സാമ്പിൾ ആണ്. എല്ലാത്തിലും ബ്രോമിന് ക്ലോറിൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇവയാണ് ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സിലെ ഹാലജനേറ്റഡ് പോളിമേഴ്സ്, ഹാലജൻ ആഡ് ചെയ്തിട്ടുള്ള പോളിമേഴ്സ്. അവ എന്താ ചെയ്യുക? ഹാലജൻസ് ഹൈഡ്രജന് OH ഒക്കെ ആയിട്ട് ചേർന്നിട്ട് മോളിക്യൂൾസ് ഫോം ചെയ്യും. അവ ഫയറിനെ തടയും. അടുത്തത് പോളിഅനിലീൻ. പോളിഅനിലീൻ ഒരു കണ്ടക്ടിങ് പോളിമർ ആണ്. ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ ഓഫ് അനിലീൻ എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ചിലപ്പോൾ ഇതിന്റെ പേര് ചോദിച്ചിട്ട് ഇതിന്റെ പ്രിപ്പറേഷനോ ആപ്ലിക്കേഷൻസ് പ്രോപ്പർട്ടീസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോളി ചേർത്ത് എന്ത് സബ്സ്റ്റൻസ് കണ്ടാലും ഇത് പോളിമറാണെന്ന് നമുക്കറിയാം. അതിൽ പോളി കഴിഞ്ഞ് ബാക്കിയുള്ളതായിരിക്കും അതിന്റെ മോണോമർ. പോളി അനിലീൻ ആണെങ്കിൽ അനിലീൻ ആയിരിക്കും മോണോമർ. പോളി വിനൈൽ ക്ലോറൈഡ് ആണെങ്കിൽ വിനൈൽ ക്ലോറൈഡ് ആയിരിക്കും പോളിമർ. പോളി എസ്റ്റർ, നമ്മൾ പോളിസ്റ്റർ എന്ന് പറയുന്ന പോളി എസ്റ്റർ ആണെങ്കിൽ എസ്റ്റർ ആയിരിക്കും അവിടുത്തെ മോണോമർ. അപ്പൊ ഇവിടെ പോളി അനിലീനില് അനിലീൻ ആണ് നമ്മുടെ മോണോമർ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ അനിലീന്റെ പോളിമറൈസേഷൻ നടന്നാണ് നമുക്ക് പോളി അനിലീൻ കിട്ടുന്നത്. ഇറ്റ്സ് ഓൾസോ ഒബ്റ്റെയിൻ ബൈ സെൽഫ് സ്റ്റെബിലൈസ്ഡ് ഡിസ്പെർസൺ പോളിമറൈസേഷൻ ഓഫ് അനിലീൻ, അനിലീന്റെ പോളിമറൈസേഷൻ റിയാക്ഷൻ. അപ്പൊ ഇതാണ് അനിലീൻ. ബെൻസീൻ റിംഗിൽ ഒരു NH2 ഗ്രൂപ്പ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അനിലീൻ. അനിലീന്റെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ നടക്കുമ്പോൾ ഈ രണ്ട് വശത്തും, ബെൻസീന്റെ ഒരു വശത്തൊന്നും അതുപോലെ NH2ലെ ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ നിന്നും പുതിയ ഒരു മോണോമറുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. വീണ്ടും ഇവിടെ ഒരു ബെൻസീൻ റിംഗ് വരുന്നു, NH വരുന്നു, വീണ്ടും ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അങ്ങനെയാണ് നമുക്ക് പോളി അനിലീൻ കിട്ടുന്നത്. അപ്പോൾ എല്ലാ പോളിമേഴ്സും കണ്ടക്റ്റീവ് അല്ലെന്ന് നമുക്കറിയാം. കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പോളി അനിലീൻ ഒരു കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള, പോളി അനിലീൻ, പോളി പൈറോൾ ഒക്കെ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള പോളിമേഴ്സ് ആണ്. കണ്ടക്റ്റിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പോളി അനിലീന്റെ കണ്ടക്ടിവിറ്റിക്ക് കാരണം ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് along the conjugated system which is due to presence of lone pair of electrons on nitrogen. നമുക്കറിയാം ഇവിടെ നമ്മുടെ അനിലീനില് നൈട്രജനിൽ ഒരു ലോൺ പെയർ ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ലോൺ പെയർ എന്ന് പറയുമ്പോൾ അവ ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാത്തതായിരിക്കും. ഈ ഇലക്ട്രോൺസിന്റെ സാന്നിധ്യം കൊണ്ടാണ് അവയ്ക്ക് കണ്ടക്ടിങ് ആയിട്ടുള്ള നേച്ചർ ഉണ്ടാവുന്നത്. ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് വേണമല്ലോ കണ്ടക്ടിങ്ങിന്. Then conductivity of polyaniline can be increased by protonation. At room temperature its conductivity is 1000. It is soluble organic solvents. ഇനി പ്രോപ്പർട്ടീസ്. ഹൈലി ഫ്ലെക്സിബിൾ ആണ്, ഹൈ സ്ട്രെങ്ത് ഉണ്ട്, ലോ കോസ്റ്റ് മെറ്റീരിയൽ ആണ്, എയറിലും വാട്ടറിലും അത് സ്റ്റേബിൾ ആണ്, എക്സലന്റ് ആന്റി കൊറോഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ തുരുമ്പെഴുക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്തരത്തിൽ നമുക്ക് പോളി അനിലീന്
പ്രോപ്പർട്ടീസ് ഉണ്ട്. ആപ്ലിക്കേഷൻസ് LED യൂസ് ചെയ്യുന്നുണ്ട്. സിൻസ് കളർ ചേഞ്ചസ് വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് പർട്ടിക്കുലർ വോൾട്ടേജ് ആൻഡ് കെമിക്കൽസ്. കെമിക്കൽസും വോൾട്ടേജും മാറുന്നതിനനുസരിച്ച് കളർ മാറും. പല കളർ ഓഫ് LEDs നമുക്ക് കിട്ടും. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഷീൽഡ് ആയിട്ടും IR അബ്സോർബർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ മേക്കിംഗ് റീചാർജബിൾ ബാറ്ററീസ്, കൊറോഷൻ റെസിസ്റ്റീവ് മെറ്റീരിയൽസിൽ യൂസ് ചെയ്യാറുണ്ട്. കാരണം കൊറോഷനോട് റെസിസ്റ്റീവ് ആണ്. ഓക്കെ, ഇത്രയാണ് പോളി അനിലീൻ. അടുത്തത് പോളിപൈറോൾ. ഇത് ഒരു ഓർഗാനിക് പോളിമർ ആണ്, കണ്ടക്ടിങ് പോളിമർ ആണ്. ഒബ്റ്റെയിൻ ബൈ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ. എന്തായിരിക്കും? പോളി കഴിഞ്ഞ് ബാക്കിയുള്ളത് പൈറോൾ ആണ്. അപ്പോൾ പൈറോളിന്റെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ നടന്നാണ് നമുക്ക് പോളി പൈറോൾ കിട്ടുന്നത്. ഇറ്റ്സ് എ സോളിഡ് വിത്ത് ഫോർമുല HC4H2NH n times H. ഇതൊരു ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമർ ആണ്. കണ്ടക്ടിങ് പോളിമേഴ്സിൽ നമ്മൾ എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിങ് ആൻഡ് ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ ദീസ് ആർ യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക്സ്, ഒപ്റ്റിക്കൽ, ബയോളജിക്കൽ ആൻഡ് മെഡിക്കൽ ഫീൽഡ്സ്. ഓക്കെ, എങ്ങനെ സിന്തസൈസ് ചെയ്യുക? പൈറോൾ മോണോമറിന്റെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ. ഇതാണ് പൈറോള്. 5 റിംഗ് ആണുള്ളത്. 1 2 3 4 5 കാർബൺ ആറ്റംസ്. അഞ്ചാമത്തെ കാർബൺ ആറ്റംസ് മാറിയിട്ട് അവിടെ NH വന്നിട്ടാണ് നമുക്ക് പൈറോൾ കിട്ടുന്നത്. ഈ പൈറോളിന്റെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ നടന്നാണ് പോളിപൈറോൾ കിട്ടുന്നത്. അപ്പോൾ പോളിപൈറോളിന്റെ സ്ട്രക്ചറും പൈറോളിന്റെ സ്ട്രക്ചറും ഒന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ. ദെൻ പ്രോപ്പർട്ടീസ്. എക്സലന്റ് ഇലക്ട്രിക്കൽ, തെർമൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഗുഡ് എൻവയോൺമെന്റൽ സ്റ്റെബിലിറ്റി ആൻഡ് ഹയർ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു പോളിമർ ആണ് നമ്മുടെ പോളിപൈറോളും. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വാസ് ഫൗണ്ട് ടു ഡിക്രീസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് ഹെൻസ് കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. സോ ആപ്ലിക്കേഷൻസ് പോളിപൈറോളിൻ ബയോസെൻസേഴ്സ്, ഇമ്മ്യൂണോ സെൻസേഴ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. റീചാർജബിൾ ബാറ്ററീസിൽ യൂസ് ചെയ്യാറുണ്ട്, കാരണം ലൈറ്റ് വെയിറ്റ് ആണല്ലോ. ദെൻ ടിഷ്യൂ എഞ്ചിനീയറിംഗിൽ ഇതിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഡിഫറെന്റ് കളേഴ്സ് ഇൻ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഹെൻസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോക്രോമിക് ഡിസ്പ്ലേ. പല ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ പല കളർ കാണിക്കുന്നത് കൊണ്ട് ഇലക്ട്രോക്രോമിക് ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ പോളി അനിലീൻ ആണ് LED യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. വോൾട്ടേജും യൂസ് ചെയ്യുന്ന കെമിക്കലും മാറുന്നതിനനുസരിച്ച് LEDയുടെയും കളറ് ചേഞ്ച് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി നമ്മുടെ പോളി അനിലീൻ ഉള്ളതുകൊണ്ട് LED യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പോളി അനിലീൻ, പോളിപൈറോൾ ആൻഡ് ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ്. ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഫ്ലെയിമബിൾ പോളിമേഴ്സിലേക്ക് നമ്മൾ സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് അത് തീ പിടിക്കാത്ത പോളിമേഴ്സ് ആക്കി മാറ്റുന്നു. അതാണ് ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ്. നൈട്രജൻ ബേസ്ഡ് പോളിമേഴ്സ്, സിലിക്കൺ പോളിമേഴ്സ് ഒക്കെയാണ് എക്സാമ്പിൾ. ദെൻ മെയിൻ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ PVC, പോളിവിനൈൽ ക്ലോറൈഡ്, നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ പോളിബ്രോമിനേറ്റഡ് സ്റ്റൈറീന് ഏതെങ്കിലുമൊക്കെ ഹാലജൻ മോളിക്യൂൾസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവയുടെ ഫയർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക. പോളിവിനൈൽ ക്ലോറൈഡ്, പോളിബ്രോമോ സ്റ്റൈറീന്, ബ്രോമിനേറ്റഡ് ബ്യൂട്ടൈൽ റബ്ബർ. ഒരു കുറച്ച് തവണ ഇങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോൾ നമുക്കത് ഓർമ്മ വന്നോളൂ. അതുപോലെ പോളി അനിലീൻ, പോളിപൈറോള്, സിന്തസിസ്, പ്രോപ്പർട്ടീസ്, ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പ്രോപ്പർട്ടീസ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ.